ഞങ്ങൾ കാന്തല്ലൂർ പോയപ്പോൾ സ്റ്റേ ചെയ്ത റിസോർട്ടാണ് കേട്ടോ ഇത്. അവിടെ 3 കാറ്റഗറി റൂംസാണുള്ളത്. അതിൽ മഡ് ഹൗസിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഓലയൊക്കെ ഇട്ട് നല്ല രസമില്ലേ കാണാൻ. അവർക്ക് നല്ല സ്പേഷ്യസ് ബാൽക്കണി ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് റിലാക്സ് ചെയ്യാം കേട്ടോ. ഇത് പ്രകൃതിയുമായി അലിഞ്ഞിരിക്കുന്ന റിസോർട്ടാണ്. ഈ കാണുന്നത് കേട്ടോ അവരുടെ റെസ്റ്റോറൻറ്റ്. ഏപ്രിൽ മന്ത് ആണെങ്കിലും ഇടയ്ക്ക് മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോൾ വൈകുന്നേരമായി. അതുകൊണ്ട് ചായയും ഓംലെറ്റാണ് ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് അവരുടെ ഗാർഡൻ ഏരിയ ആണ്. സൺസെറ്റ് ടൈം ആയതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്ക് കാണാൻ. നമുക്ക് കിടന്ന് റിലാക്സ് ചെയ്യാൻ ഇവിടെ കുറേ സ്വിങ്സ് ഉണ്ട്. ഈ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. നമ്മൾ നമ്മുടെ സിറ്റി ലൈഫോ അല്ലെങ്കിൽ ബിസി ലൈഫിൽ നിന്ന് മാറി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ മൈൻഡ് റീസെറ്റ് ആവുന്ന പോലെയാണ്. ഇവിടെ കുറെ മുയലും ഉണ്ട്. ഇത് അവരുടെ സ്ട്രോബെറി ഫാമാണ് കേട്ടോ. ചെടിച്ചട്ടികളുണ്ടോ? നല്ല വെറൈറ്റി ആയിട്ടില്ലേ. ഇവിടെ പീകോക്സ് ഒക്കെ വരാറുണ്ടെന്ന് കേട്ടോ പറഞ്ഞേ. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് ഡിന്നർ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് നടന്നു കേട്ടോ. എനിക്ക് ഈ റിസോർട്ടിൻ്റെ ആംബിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊരു റിലാക്സേഷനാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അല്ലേ. ഇതാണ് റിസോർട്ടിൽ നിന്നുള്ള നൈറ്റ് വ്യൂ. ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടോ. ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ പുകയാണ് ഈ കാണുന്നത്. ഈ തണുപ്പത്ത് ചൂട് ചിക്കൻ സൂപ്പ്, ആഹാ, നല്ല നാടൻ സൂപ്പാണ് കേട്ടോ. മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ ഫുൾക്കയും BBQ ചിക്കനാട്ടോ കഴിച്ചത്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങി. വെളുപ്പിന് ഇവിടെ കുറേ ബേർഡ്സിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഞങ്ങൾ കുറച്ച് കണ്ടു. എന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. ഞങ്ങളുടെ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു.